ഞാനെന്നേ പറഞ്ഞതല്ലേ നിന്നോട് ആ മാർബിൾ ലാൻഡിലൊന്ന് പോയി നോക്ക്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. മഞ്ചേരിയിൽ ലീഗ് നഗരസഭാ അംഗത്തെ കൊലപ്പെടുത്തിയത് ലഹരി സംഘം. സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ അനുശോചിച്ച മഞ്ചേരിയിൽ ഹർത്താൽ ആചരിച്ചു. മഞ്ചേരിയിൽ വാഹനത്തിനു സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് മഞ്ചേരി നഗരസഭയിലെ ലീഗ് കൗൺസിലർ തലാപ്പിൽ അബ്ദുൾ മജീദിനെ രണ്ടംഗ സംഘം ബൈക്കിലെത്തി തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊല നടത്തിയത് ലഹരി സംഘമാണെന്ന് പോലീസ് പറഞ്ഞു. അക്രമം നടത്തിയ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികളിൽ ഒരാൾ ഒട്ടേറെ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. പ്രദേശത്തെ കഞ്ചാവ് മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പ്രതികളെന്നും പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ അനുശോചിച്ച് രാവിലെ മഞ്ചേരിയിൽ ഹർത്താൽ ആചരിച്ചു. ചൊവ്വാഴ്ച രാത്രി 10:30 അബ്ദുൾ മജീദിനെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം തടഞ്ഞു നിർത്തി ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. തർക്കം പറഞ്ഞു പരിഹരിച്ച് യാത്ര തുടരുന്നതിനിടെ പിന്തുടർന്നെത്തിയ സംഘം ഹെൽമറ്റ് എറിഞ്ഞ് കാറിന്റെ പുറകിലെ ചില്ല് ആദ്യം തകർത്തു. പിന്നാലെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ അബ്ദുൾ ജലീലിനെ വാളെടുത്ത് വെട്ടി. തലയ്ക്കും നെറ്റിയിലുമാണ് ആഴത്തിൽ മുറിവേറ്റത്. അതീവ ഗുരുതരാവസ്ഥയിൽ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെ ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ജലീൽ മരണത്തിനു കീഴടങ്ങിയത്. തലയ്ക്ക് മാരകമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും തുടർ ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 52-കാരനായ അബ്ദുൾ ജലീൽ മഞ്ചേരി നഗരസഭയിലെ 16-ാം വാർഡ് മുസ്ലിം ലീഗ് കൗൺസിലറാണ്. വെട്ടിപ്പരിക്കേൽപ്പിച്ചതുപോലെയാണ് മുറിവെങ്കിലും വെട്ടിയതല്ലെന്നും മൂർച്ചയുള്ള ഇരുമ്പ് കമ്പി കൊണ്ട് പിൻഭാഗത്ത് അടിച്ചതിനാൽ ആഴത്തിലുള്ള മുറിവാണുണ്ടായതെന്നുമാണ് പോലീസ് പറയുന്നത്. കൗൺസിലറുടെ കൂടെയുണ്ടായിരുന്നവരിൽ നിന്നും മൊഴിയെടുത്തു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രിയ സുഹൃത്ത് നമ്മുടെ തലാപ്പിൽ അബ്ദുൾ ജലീൽ എന്ന നാട്ടുകാരുടെ കുഞ്ഞാക്കയുടെ അപ്രതീക്ഷിതമായ വിയോഗം, വിദാരുണമായ വിയോഗം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വ്യക്തിബന്ധങ്ങൾ വളരെ കാത്തു സൂക്ഷിച്ചിരുന്നൊരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും രാഷ്ട്രീയത്തിൽ അപ്പുറത്താണെങ്കിലും പല വിഷയങ്ങൾ ഞങ്ങൾ കൗൺസിലിനകത്ത് വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ ആ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹമെന്നും ഒരു മാതൃകയായിരുന്നു. പല കൗൺസിലിൽ ഘോരമായ വിഷയങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം അതവിടെ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം പുറത്ത് കാണുമ്പോൾ ഒരു സഹോദരനെ പോലെ, ആ ഒരു സുഹൃത്ത് വലയം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് നമ്മളെല്ലാ പൊതുപ്രവർത്തകരെല്ലാവർക്കും മാതൃകയാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.